ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മോഡൽ പരീക്ഷയ്ക്ക് മലയാളത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ, ആ പ്രഡിക്ഷൻ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം, കിനാവ് എന്ന് പറയുന്ന യൂണിറ്റ് ആരംഭത്തിൽ നിന്ന് തുടങ്ങി ശസ്ത്രക്രിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അവസാനിക്കുന്ന അത്രയും പാഠഭാഗങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നോക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ ഏതാണ്? ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രം എന്ന അവയവത്തിന് കേവലം ഒരു അവയവം എന്നതിനപ്പുറം പ്രാധാന്യമുണ്ടോ? വിശകലനം ചെയ്യുക. ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രം എന്ന അവയവത്തിന് അതൊരു കേവലം അവയവം മാത്രമായിട്ടല്ല, അതിനപ്പുറം മാനസികമായിട്ടുള്ള ഒരു തലം കൂടി ഏതിന് നൽകുന്നുണ്ട്? ഈ അവയവത്തിന് നൽകുന്നുണ്ട്. അത് നിങ്ങളോട് വിശകലനം ചെയ്യാനാണ് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ആവശ്യപ്പെടുക. ഉത്തരം നമ്മുടെ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞണുങ്ങിയ വക്കാർന്നൊരു കഞ്ചിപ്പാത്രം, ഒരട്ടി മണ്ണവൾ, സ്ത്രീകളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൂചകങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളാണ്. സ്ത്രീകളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൂചകങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീകളുടെ സാമൂഹിക അവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സെറ്റല്ലേ? ഉത്തരം റെഡിയാക്കി വെച്ചോളണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാമച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാമത്തെ അച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? സെറ്റാക്കിക്കൊള്ളുക മക്കളെ. ഉത്തരം നമ്മുടെ ലൈവിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെക്കുറിച്ച് ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെക്കുറിച്ച് ഗുരുവിന്റെ, ശ്രീനാരായണ ഗുരു എന്താണ് അനുകമ്പയെ കുറിച്ച് പറഞ്ഞത്, അരുളിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സെറ്റാക്കി വെച്ചോളുക, നോക്കി വെച്ചോളുക. ദെൻ നെക്സ്റ്റ്. ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. ഈ വരികൾ നൽകുന്ന ജീവിത പാഠമെന്ത്? ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. ചെറുശ്ശേരിയുടെ ആ പാഠഭാഗം, ഏത് പാഠഭാഗം? പീലിക്കണ്ണുകൾ. ഈ വരികൾ നൽകുന്ന ജീവിത പാഠമെന്ത്? ഉത്തരം ലൈവിനകത്ത് നോക്കിക്കൊള്ളുക, ഉത്തരം സെറ്റാക്കി വെച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. ഈ വാക്യം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സാധ്യത വിശദമാക്കുക. ലാത്തിയും വെടിയുണ്ടയും. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. ഈ വാക്യം ആ പാഠഭാഗത്തിലെ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സാധ്യത വിശദമാക്കുക. ഉത്തരം എവിടെയുണ്ട്? ഉത്തരം നമ്മുടെ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി ഉത്തരം സെറ്റാക്കിക്കൊള്ളുക. നോക്കുക, ഊഞ്ഞാലിൽ എന്ന തലക്കെട്ട് കവിതയ്ക്ക് എത്രമാത്രം ഉചിതമാണ്? ആ പാഠഭാഗത്തിലെ ആശയം ഈ തലക്കെട്ടുമായിട്ട് യോജിക്കുന്നതാണോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? ഉത്തരം നിങ്ങൾക്കറിയുമെങ്കിൽ പഠിച്ചു വെച്ചോളുക. ഇല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിനകത്ത് നോക്കി എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പാക്കിക്കൊള്ളുക, പരിശോധിക്കുക. ഊഞ്ഞാലിൽ എന്ന തലക്കെട്ട് കവിതയ്ക്ക് എത്രമാത്രം ഉചിതമാണ്, പരിശോധിക്കുക. ഇത്രയും ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് മക്കളെ പ്രതീക്ഷിച്ചു കൊള്ളുക. സെറ്റാക്കി വെക്കുക ഉത്തരങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.